കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന മറ്റെല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു ശ്രീമദ് ഭാഗവതം സീരിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ വ്യാഴാഴ്ച ദിവസവും വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ ഈ ഒരു മഹത് ഗ്രന്ഥത്തിന്റെ ചർച്ചയിൽ ചെലവാക്കുന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മണിക്കൂറുകളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശീല പ്രഭുപാദരുടെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അത്ര വലിയൊരു ഗിഫ്റ്റാണ് നമ്മൾക്ക്. സാധാരണ ഒരാൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ആധ്യാത്മികമായിട്ടുള്ള പല ജ്ഞാനവും ശീല പ്രഭുപാദ് വളരെ എളുപ്പത്തിൽ നമ്മളെ പോലെയുള്ള ഭാഗവതത്തിന്റെ ആദ്യം പറയുന്നത് പോലെ തന്നെ മന്ദ സുമന്ദ മതയ മന്ദഭാഗ്യ ഇങ്ങനെയൊക്കെ വളരെ വിശേഷപ്പെട്ട ഗുണങ്ങളുള്ള നമ്മളെ പോലെയുള്ളവർക്കായി ആര് തരുന്നു? ശീല പ്രഭുപാദ് പകർന്നു തരുന്നു. അപ്പോ ഈ ഒരു ശ്രീമദ് ഭാഗവതത്തിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ തുടങ്ങിയിരുന്നു. അതായത് 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നാരദ മഹർഷിയും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ അവസാനം നാരദ മഹർഷി പറയുന്നു, എന്റെ ജീവിതം ഭക്തി എങ്ങനെയാണ് ഒരു ഭക്തന്മാരിൽ നിന്നും ആത്മജ്ഞാനം ലഭിച്ച ഒരാൾക്ക് ഭക്തി എങ്ങനെയാണ് അയാളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നത് എന്ന് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് എന്ന് ആര് പറയുന്നു? നാരദ മഹർഷി, വ്യാസദേവന്റെ ഗുരു, അദ്ദേഹത്തിന്റെ ശിഷ്യനായ വ്യാസദേവനോട് പറയുന്നു. അപ്പോ സ്വന്തം ഗുരുവിന്റെ ജീവിതം വളരെ ചുരുക്കി അദ്ദേഹം കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം അങ്ങനെ പറഞ്ഞു. ഭക്തി വേദാന്തികളിൽ നിന്നും ആത്മജ്ഞാനം ലഭിച്ചു, അതെന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കി. അതിനുശേഷം അടുത്ത കൽപ്പത്തിൽ എനിക്ക് ഈ ഒരു പരിവ്രാജക അല്ലെങ്കിൽ നാരദ മഹർഷി എന്ന ബ്രഹ്മസുത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശരീരം ലഭിച്ചു എന്ന കാര്യം പറഞ്ഞുവെങ്കിലും അവിടെയാണ് നമ്മൾ പ്രഭുപാദിന്റെ വാക്കുകൾ കേട്ടത്. സദ്ധർമ്മ പൃച്ഛ, അതായത് മഹത്തായ ആത്മാക്കളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മൾക്ക് പ്രഭുപാദ് അവിടെയാണ് പറഞ്ഞു തന്നത്. എന്താണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതിന്റെ ആവശ്യകത? ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആധ്യാത്മിക പുരോഗതിയിൽ വിലങ്ങുതടിയാണ്. ആ വിലങ്ങുതടിയെ എന്ത് ചെയ്യണം? നമ്മൾ മറികടക്കണം. എന്നാലേ നമ്മൾക്ക് കുറച്ചും കൂടി മുന്നോട്ട് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആരോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? നമ്മുടെ ഗുരുവിനോടും മറ്റ് ശിക്ഷാ ഗുരുക്കന്മാരോടും. നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ ആധ്യാത്മികമായിട്ട് പുരോഗതി പ്രാപിച്ചു നിൽക്കുന്ന ജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ വിജ്ഞാനികളായിട്ടുള്ള റിയലൈസ്ഡ് ആയിട്ടുള്ള ഭക്തന്മാരോട് ചോദിക്കണം. പിന്നെ ആ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നമുക്ക് ആധ്യാത്മിക രീതിയിൽ പുരോഗമിക്കാൻ പറ്റും. അത് തന്നെയാണ് അവിടെ വ്യാസദേവനും ചെയ്തത്. എന്താണ് ചെയ്തത്? വ്യാസദേവൻ വ്യക്തമാക്കി കുറച്ചും കൂടി വിശദമാക്കി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. എന്താണ് ആ ഭക്തി വേദാന്തികൾ അങ്ങേക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു തന്നതിന് ശേഷം പോയി 4 മാസം കഴിഞ്ഞ് അവരുടെ പരിവ്രജക അല്ലെങ്കിൽ അവരുടെ യാത്ര തുടർന്നു. പിന്നെ എന്താണ് അങ്ങ് ചെയ്തത് എന്ന്, എങ്ങനെയാണ് അങ്ങേക്ക് ഈ ഒരു നാരദ മുനിയുടെ ശരീരം അല്ലെങ്കിൽ ജീവിതം ലഭിച്ചത് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്, വിശദമായിട്ട് പറഞ്ഞു തരണം. ഇതാണ് സദ്ധർമ്മ പൃച്ഛ എന്ന് പറയുന്നത്. മഹത് സേവ സദ്ധർമ്മ പൃച്ഛ. മഹത് സേവ എന്ന് പറഞ്ഞാൽ ആദ്യം നാരദ മുനി ആ കുട്ടിയായിരുന്ന സമയത്ത് ഭക്തി വേദാന്തികളെ ശുശ്രൂഷിച്ചതിനെയാണ് എന്ന് പറയുന്നത് മഹത് സേവ. അതുകൊണ്ട് അവരെന്ത് തരും? നമ്മൾക്ക് ആത്മജ്ഞാനം തരും. ആ ആത്മജ്ഞാനത്തിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചും കൂടി കൂടുതൽ അതിനെക്കുറിച്ച് ചോദിച്ചറിയണം. സദ്ധർമ്മ പൃച്ഛ. അപ്പൊ അവിടെയാണ് നമ്മൾ നിർത്തിയത്. പിന്നെയും ഒരു കാര്യം നമ്മൾ കേട്ടു. പ്രഭുപാദ് പറയുന്നു, എന്താണ്? 4ാമത്തെ ശ്ലോകമാണ് നമ്മൾ നേരത്തെ കേട്ടത്. പ്രാക് കൽപ്പ വിഷയാമേതാം സ്മൃതിം തേ മുനിസത്തമാ നഹി യേശ വ്യവധാത് കാല യേശ സർവ നിരാകൃതി. ആ ശ്ലോകത്തിൽ നമ്മൾ കേട്ടത് എന്താണ്? അല്ലയോ മുനിസത്തമ, എങ്ങനെയാണ് അങ്ങേക്ക് അങ്ങയുടെ കഴിഞ്ഞ പ്രാക് കൽപ്പ വിഷയാം, കഴിഞ്ഞ കൽപ്പത്തിലാണ് ഇത് നടന്നത്, അപ്പൊ എങ്ങനെയാണ് അങ്ങേക്ക് ഇത് ഓർമ്മ വന്നത് എന്ന് വളരെ സ്വാഭാവികമായിട്ടും ആര് ചോദിച്ചു? വ്യാസദേവൻ ചോദിച്ചു. നാരദ മഹർഷി എങ്ങനെയാണ് തന്റെ കഴിഞ്ഞ കാലം, കാരണം കാലം എന്ന് പറയുന്നത് എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒന്നാണ്.
ഇന്നലെ ചെയ്ത കാര്യം പോലും ചിലപ്പോൾ നമുക്ക് ഇന്ന് ഓർമ്മയുണ്ടാവുകയില്ല. പക്ഷെ എന്നിട്ടും നാരദ മഹർഷിക്ക് പ്രാക്കൽപ്പ വിഷയാമേതാം എങ്ങനെ ഓർമ്മ വന്നു എന്നാണ് വ്യാസദേവന്റെ ചോദ്യം. അപ്പോൾ ശ്രീല പ്രഭുപാദ് വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് എഴുതുന്നു, കോൺഷ്യസ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ബോഡി, ശരീരത്തിന്റെ അവബോധം, ശാരീരിക അവബോധം മീൻസ് സ്പിരിച്വൽ കോൺഷ്യസ്നെസ് എക്സ്പ്രസ്ഡ് ത്രൂ ദ മീഡിയം ഓഫ് എ മെറ്റീരിയൽ ബോഡി. അത് യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ അവബോധമല്ല, നമ്മുടെ ആധ്യാത്മിക അവബോധം തന്നെയാണ് ശരീരത്തിൽ കൂടി നമ്മൾ സ്വായത്തമാക്കുന്നു എന്നതേ ഉള്ളൂ. Thus consciousness is inferior, destructible and perverted. അത് എന്താണ്? ഭൗതികമായിട്ടുള്ള അവബോധം, ശരീരത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതൊക്കെയാണെങ്കിൽ എന്താണ്? അത് നശിക്കുന്നതാണ്. ഈ ശരീരം തീരുമ്പോൾ ആ ജ്ഞാനവും തീരും. ബട്ട് സൂപ്പർ കോൺഷ്യസ്നെസ് ഓഫ് ദ supra mind in the spiritual plane is as good as the spirit soul and is never annihilated. എന്താണ് സൂപ്പർ കോൺഷ്യസ്നെസ്? ആധ്യാത്മിക അവബോധം. എന്തിന്റെ? ശരീരത്തിനെ കുറിച്ചല്ല, നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള അവബോധം. അത് ആധ്യാത്മിക തലത്തിലായതുകൊണ്ട് തന്നെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ആത്മാവ് ഒരിക്കലും നശിക്കാത്തത് കൊണ്ട് എന്ത് നശിക്കുന്നില്ല? ആത്മാവിനെ കുറിച്ചുള്ള അവബോധവും നശിക്കുന്നില്ല. അതുകൊണ്ട് ആ അവബോധം എപ്പോഴും നിലനിൽക്കും. അപ്പൊ നമ്മുടെ നാരദ മുനിക്ക് ഏതവബോധമായിരുന്നു ഉണ്ടായിരുന്നത്? ശാരീരിക അവബോധമായിരുന്നോ? അല്ല, അദ്ദേഹത്തിന്റെ അവബോധം ആത്മാവിനെ കുറിച്ചുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അനശ്വരവുമായിരുന്നു. വേറെയും നമ്മൾ എക്സാമ്പിൾസ് കേട്ടു അല്ലെ? ഭരത മഹാരാജാവിന്റെ കഥ നമ്മൾ ഇനിയും കാണും. ഭാഗവതത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മൾക്ക് കാണാം. കഥയല്ല, ദൃഷ്ടാന്തം എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്താണ്? ഇതൊക്കെ ഉദാഹരണമാണ്. ഇതൊക്കെ അന്നത്തെ കൽപ്പത്തിലും കാലങ്ങളിലും ഒക്കെ നടന്നിട്ടുള്ളതാണ്. നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് കെട്ടുകഥകൾ എന്നൊക്കെ പറഞ്ഞേക്കാം. ഇപ്പോഴുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് പോലെ മിത്തോളജി. പക്ഷെ ഇത് മിത്തല്ല. എന്താണ് ഇത്? ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും കൂടുതലാണ് ആ ചരിത്രത്തിന്റെ കാലം. അതുകൊണ്ടാണ് നമ്മൾക്കത് മിത്തായി തോന്നുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക്, 5-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. എങ്ങനെയാണ് നാരദ മഹർഷി തന്റെ ജീവിതം വെളിവാക്കുന്നത് എന്ന് നമ്മൾക്ക് കേൾക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, യമുനാ തീര വനചാരി, യമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം, ജയ കൃഷ്ണ ബലരാം, കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ്, ജയ ഗൗരനിതായ്, ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ്, പ്രഭുപാദ്, പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ്, ഗുരുദേവ്,
गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निधि नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഒന്നാമത്തെ കാൻട്ടോ 6-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ശ്ലോകം വായിക്കാം. നമ്മൾ പ്രഭു ഷെയർ ചെയ്യുമ്പോഴേക്കും. നാരദ ഉവാച ഭിക്ഷുഭിർവിപ്രവസിത്തെ വിജ്ഞാനാദേസ്ത്രിഭിർമമഃ വർത്തമാനോ വയസ്യാദ്യേ തത ഏതദ് അകാരശം. നാരദ ഉവാച ഭിക്ഷുഭിർവിപ്രവസിത്തെ വിജ്ഞാനാദേസ്ത്രിഭിർമമ വർത്തമാനോ വയസ്യാദ്യേ തത ഏതദ് അകാരസം. നാരദ ഉവാച. അനുഷ്ടുപ് ഛന്ദസ്സിലാണ് നമ്മൾ വായിക്കുന്നത്. ഭിക്ഷുഭിർ വിപ്രവസിത്തെ വിജ്ഞാനാദേസ്ത്രിഭിർമമ വർത്തമാനോ വയസ്യാദ്യേ തത ഏതദ് അകാരസം. എന്താണ് പറയുന്നത്? നാരദ ഉവാച. ഉവാച പറഞ്ഞു. നാരദ ഉവാച, നാരദ മുനി പറഞ്ഞു. ഭിക്ഷുഭീർ, ഭിക്ഷു ആരാണ്? ഭിക്ഷു ആ മുനിമാര് അല്ലെ, ആ മഹർഷിമാര്. വിപ്രവസിത്തെ, പ്രവസിത്തെ പ്രവാസി. പ്രവാസി എന്ന് പറഞ്ഞ ആരാണ്? ഇവിടെ നിന്നും പുറത്തു പോയവർ അല്ലെ, ദൂരസ്ഥലങ്ങളിൽ പോകുന്നവർ. അപ്പൊ വിപ്രവസിത്തെ, വി പ്രവസിത്തെ എന്നാണ്. വി എന്നാൽ വിശേഷാൽ എന്നതിന്റെ അഡ്ജങ്ക്റ്റ് ആണ് സംസ്കൃതത്തിൽ ചേർക്കുന്ന. വി 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 എന്ന് പറഞ്ഞാൽ വിശേഷാൽ, പ്രത്യേകതയുള്ളത്. അപ്പൊ ഈ ഭിക്ഷുക്കൾ, അതായത് നമ്മുടെ മഹർഷിമാർ എന്ത് ചെയ്തു? നാരദ മഹർഷിക്ക് ആ ഒരു വിജ്ഞാനം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം 4 മാസം കഴിഞ്ഞപ്പോൾ, 2 ഋതുക്കൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അവർ അവിടെ നിന്നും പോയി. വി പ്രവസിത്തെ വിജ്ഞാനാദേശ് ത്രിഭിർ മമ. മമ എന്നെ എന്ത് ചെയ്തു? അവർ എന്നെ എന്ത് ചെയ്തു? വിജ്ഞാന ആദേശ് ത്രിഭി, അതായത് വിജ്ഞാനം, സയന്റിഫിക് നോളജ്, അതാണ് പ്രഭുപാദ ഇവിടെ എഴുതിയിരിക്കുന്നത്, സയന്റിഫിക് സ്പിരിച്വൽ നോളജ്. ആദേശ് ത്രിഭിഹി, ദോസ് ഹു ഇംപാർട്ടഡ് അൺടു മീ, അവർ എനിക്ക് എന്താണ് നൽകിയത്? വിജ്ഞാനം നൽകി. അപ്പോൾ എന്നിട്ട് വർത്തമാനോ വയസ്യാദ്യേ, വർത്തമാനോ അതിനുശേഷം, വർത്തമാനം എന്താണ്? വർത്തമാനം വർത്തമാനകാലം, പ്രസന്റ്, ഇപ്പോഴല്ല. വയസ്സി ആദ്യേ, അതായത് ഈ ജന്മം, എന്റെ നാരദമുനി എന്ന എന്റെ ജന്മത്തിന് മുന്നേ എങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? തത ഏതത് അകാരസം, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് ഞാൻ പറയാം. എന്താണ് പറയുന്നത്? ഭിക്ഷുഭിർ വിപ്രവസിത്തെ, ഭിക്ഷുക്കൾ എന്ത് ചെയ്തു? വിപ്രവസിത്തെ, അവർ പോയി, അവരുടെ എന്താണ് പര്യടനത്തിന് പോയി. വിജ്ഞാന ആദേശ് ത്രിഭിർ മമ, എനിക്ക് വിജ്ഞാനം നൽകിയതിനു ശേഷം അവർ പോയി. വർത്തമാനോ വയസ്സി അദ്യേ, എനിക്ക് ഈ ജനനത്തിന് മുന്നേ അല്ലെങ്കിൽ ഈ ശരീരം ലഭിക്കുന്നതിന് മുമ്പേ തഥ ഏതത് അകാരസം, ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രീനാരദൻ അരുളി ചെയ്തു, എനിക്ക് അതീന്ദ്രിയവും ആത്മജ്ഞാനോപരമായ ശാസ്ത്രീയ ജ്ഞാനം പകർന്നു നൽകിയ ശേഷം ശ്രേഷ്ഠ സന്യാസിമാർ ഇതര സ്ഥലങ്ങളിലേക്ക് പ്രയാണം ആരംഭിച്ച ശേഷം ഞാൻ ഇപ്രകാരം ജീവിതം കഴിച്ചു കൂട്ടി. അപ്പോ അടുത്ത ശ്ലോകത്തിലേക്ക്, കാരണം എങ്ങനെയാണ് അദ്ദേഹം കഴിച്ചു കൂട്ടിയതെന്ന് പറയാൻ പോകുന്നതേ ഉള്ളൂ. ഏകാത്മജാ മേ ജനനി യോഷിൻ മൂഢാ ച കിങ്കരി മയ്യാത്മജേ അനന്യഗതൗ ചക്രേ സ്നേഹാനുബന്ധനം. ഏകാത്മജാ മേ ജനനി,
योषिन् मूढा च किङ्करी मय्यात्मजे अनन्यगतौ चक्रे स्नेहानुबन्धनम् एकात्मजा मे जननी योषिन् मूढा च किङ्करी मय्यात्मजे अनन्यगतौ ചക്രേ സ്നേഹാനുബന്ധനം. എന്താണ് സംഭവിച്ചത് അതിനുശേഷം? ഏക ആത്മജ. ആത്മജ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്, പുത്രൻ എന്നാണ് അർത്ഥം. ആത്മജൻ അല്ലെ? ആരുടെ ആയിരുന്നു ആത്മജൻ? നാരദ മഹർഷിയുടെ ആ കുട്ടിക്കാലത്തെ കുട്ടിയുടെ അമ്മ ആരായിരുന്നു? യോഷിൻ. യോഷിൻ എന്ന് പറഞ്ഞ സ്ത്രീ. മൂഢ ച കിങ്കരി. മൂഢ എന്ന് പറയുന്നത് ഫൂളിഷ് എന്നല്ല, എന്താണ് മൂഢനായ എന്നുമല്ല. ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രഭുപാദ് വന്നിട്ട് ഇതിന്റെ വിവർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ഐ വാസ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ ഹു വാസ് നോട്ട് ഓൺലി എ സിമ്പിൾ വുമൺ. സിമ്പിൾ വുമൺ, സാധാരണ സ്ത്രീ ആയിരുന്നു. അവർക്ക് വലിയ വിദ്യാഭ്യാസമോ അന്നത്തെ കാലത്ത് വലിയ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. സിമ്പിൾ വുമൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും മൂഢജന്മം എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ നമ്മൾക്ക് എന്താണ് കോൺടെക്സ്റ്റുവൽ എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ട് അല്ലെ? കോൺടെക്സ്റ്റുവൽ, നമ്മളൊരു വാക്കിന്റെ അർത്ഥം അതാണെങ്കിലും ആ കോൺടെക്സ്റ്റില്, സന്ദർഭത്തില് ആ വാക്കിന്റെ അർത്ഥം എന്ത് ചെയ്യാം? ആ സന്ദർഭത്തിനനുസരിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കണം. ഇവിടെ വ്യാസദേവനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രന്ഥകർത്താവ് എന്താണ് ചെയ്യുന്നത്? ആ സ്ത്രീയെ മൂഢ, കിങ്കരി എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ താഴ്ന്ന നിലയിലുള്ള ആളായതുകൊണ്ടാണോ? അല്ല, അവർ സിമ്പിൾ ആയത് എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത്? കിങ്കരി, മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു. അവരുടെ ഏകാത്മജയായിരുന്നു ഞാൻ, ഏകാത്മജനായിരുന്നു. ഒരേ ഒരു പുത്രനെ അവർക്കുണ്ടായിരുന്നുള്ളൂ. മയി ആത്മജെ അനന്യഗതവും. അപ്പൊ അവര് ചിന്തിച്ചു, മയി ആത്മജെ അനന്യഗതവും, വേറെ ഒരു സംരക്ഷണവും അവന് കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് ചക്രേ സ്നേഹാനുബന്ധനം, അതുകൊണ്ട് സ്നേഹം കൊണ്ട് അവനെ കൂടെ ബന്ധിച്ചു വെച്ചു. അറ്റാച്ച്മെന്റ് എന്ന് പറയും. എന്താണ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാല്? ഈ അമ്മ എന്ത് ചെയ്തു? എന്റെ കുട്ടി, 5 വയസ്സുള്ള കുട്ടി, അവന് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവനെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അവനെ സ്നേഹത്തിൽ ബന്ധിച്ചു വെക്കുന്നു. അതാണ് പ്രഭുപാദ് പറയുന്നത്. എന്താണ്? ഐ വാസ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ who was not only a simple woman but a maid servant as well. Since I was her only offspring, she had no other alternative for protection. She bound me with the tie of affection. ഇതാണ് അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നു വിവർത്തനത്തിൽ. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. സ സ്വതന്ത്ര ന കൽപ്പാസീദ് യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാ ദാരുമയീ യഥാ. സാ അസ്വതന്ത്ര ന കൽപ്പാസീദ് യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാ ദാരുമയീ യഥാ. സാ സ്വതന്ത്ര ന കൽപ്പാസീത് യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാ ദാരുമയീ യഥാ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. എന്താണ് പറയുന്നത്? സ അസ്വതന്ത്ര, അവള് എന്തായിരുന്നില്ല? സ്വതന്ത്രയായിരുന്നില്ല. കാരണം ആ സ്ത്രീക്ക് സ്വന്തമായി ഗ്രഹമോ സ്വന്തമായി സമ്പത്തോ ആ കുട്ടിയെ നോക്കാൻ ആരെയും ആശ്രയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. സേവനം ചെയ്തുകൊണ്ട് കിട്ടുന്ന ധനം കൊണ്ട് വേണമായിരുന്നു ആ കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അസ്വതന്ത്ര എന്ന് എഴുതിയിരിക്കുന്നത്. സ ആരാണ്? നേരത്തെ നാരദ മഹർഷിയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞില്ലേ? സ, അവർ ആരായിരുന്നു? അസ്വതന്ത്ര. ന കൽപ്പ ആസീത്, എന്താണ്? അവരെ കൊണ്ട് ആരെയും ആശ്രയിക്കാതെ സ്വന്തം പുത്രനെ വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നില്ല.
യോഗക്ഷേമം മമ ഇച്ഛതി. എന്താണ് യോഗക്ഷേമം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വാക്ക് നേരത്തെ ഉണ്ടല്ലോ. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം എന്ന് പറയുന്നത്. യോഗക്ഷേമം വഹാമി അഹം, അല്ലെ? എന്താണ് LICയുടെ ഇതില് ലോഗോ? യോഗക്ഷേമം വഹാമ്യഹം. യോഗവും ക്ഷേമവും. എന്താണ് യോഗവും ക്ഷേമവും? ഒരു പരിപാലനം, അല്ലെ? ഒരു ആശ്രിതനെ എങ്ങനെയാണോ ഒരു സുപ്പീരിയർ പരിപാലിക്കുന്നത്, അതിനെയാണ് യോഗക്ഷേമം എന്ന് പറയുന്നത്. അപ്പോ തന്നെ ആശ്രയിച്ചിരിക്കുന്ന തന്റെ പുത്രനെ ആരാണ് പരിപാലിക്കേണ്ടത്? ഞാനാണ് പരിപാലിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? ആ ആ സേവനം കൊണ്ട് എന്തൊക്കെ അവന് വേണ്ടി ചെയ്യാമോ അതെല്ലാം. സാധാരണ നമ്മൾ പറയും, ഒരു കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെ? വിദ്യാഭ്യാസം നൽകണം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം ഇതൊക്കെ തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്ത് ചെയ്യുന്നു? ഈ അമ്മ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതിന്റെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾക്ക് ഇമ്പോർട്ടന്റ്. എന്താണ്? ഈശസ്യ ഹി വശേ ലോകോ യോഷാ ദാരുമയീ യഥ. നമ്മളെല്ലാവരും വിചാരിക്കുന്നത്, എന്റെ ആശ്രിതൻ, ഞാനാണ് ഇവനെ വളർത്തുന്നത്, ഞാനാണ് എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കുന്നത്? ഭക്ഷണം കൊടുക്കുന്നത്, ഞാനാണ് ഇവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നൽകുന്നത്, വിദ്യാഭ്യാസം നൽകുന്നത് എന്നാണ്. നോക്കൂ, ഈശസ്യ ഹി വശേ ലോകോ യോഷാ ദാരുമയീ യഥ. എന്താണ് യോഷ? നമ്മൾ നേരത്തെ ഇതിന്റെ ഒരു വാക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ കേട്ടു, യോഷിത്. യോഷിത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ്. യോഷ അതേ സ്ത്രീലിംഗമാണ്, പക്ഷെ ഇത് ഒരു വ്യക്തിയായിട്ടുള്ള സ്ത്രീയല്ല, ദാരുമയി. എന്താണ്? ഒരു കളിപ്പാവ. ദാരുമയി എന്ന എന്താണ്? മരത്തിൽ നിർമ്മിച്ച കളിപ്പാവ. എങ്ങനെയാണോ അത് നമ്മൾ പറയുന്നതിനനുസരിച്ച് അതിനെ ചലിപ്പിക്കാൻ പറ്റും. അതേപോലെ ആര് പറയുന്നതിനനുസരിച്ചാണ് ഈ എല്ലാവരും ചലിക്കുന്നത്, നമ്മളെ പോലുള്ള ജീവാത്മാക്കൾ എല്ലാം ചലിക്കുന്നത്. നമ്മൾ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ ഭഗവത്ഗീതയിൽ? എന്താണ്? ഒരു പാവ അതിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് മേലിൽ നിന്നും 3 തരം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ പറയുകയാണ്, ഈശസ്യ ഹി വശേ ലോകോ. നമ്മളെ ചലിപ്പിക്കുന്നത് നമ്മളല്ല, അതിന് മേലെയുള്ള ഈശ്വരനാണ് അതിനെ ചലിപ്പിക്കുന്നത്. അപ്പോ ആ നിയന്ത്രണത്തിന് വിധേയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടു പോകുന്നു. ഓക്കെ, ശരിയായ രീതിയിൽ എന്നെ പരിപാലിക്കാൻ എന്റെ ജനയിത്രി ആഗ്രഹിച്ചു, എന്നാൽ അവർ പരാശ്രയം കൂടാതെ ജീവിക്കുന്നവരായിരുന്നില്ല. ആകയാൽ എനിക്ക് വേണ്ടി യാതൊന്നും ചെയ്യുവാനുള്ള പ്രാപ്തി അവർക്കുണ്ടായിരുന്നില്ല. വിശ്വം പരമപുരുഷന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. ആകയാൽ ഏവരും പാവകളിക്കാരന്റെ കയ്യിലിരിക്കുന്ന മരപ്പാവകളെ പോലെയാണ്. ഞാൻ, എന്റെ, എനിക്ക് എന്നതാണ് അഹങ്കാരത്തിന്റെ ഏറ്റവും അറ്റത്തെ വാക്കുകൾ. ഞാൻ, എന്റെ നിയന്ത്രണത്തിൽ, എന്റെ മക്കൾ, ഞാനാണ് നിങ്ങൾക്ക് പൈസ തരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഞാനാണ് ഫീസ് അടയ്ക്കുന്നത്, ഞാനാണ് നിന്നെ പഠിപ്പിക്കുന്നത്. പക്ഷെ നോക്കൂ, ആ ഈശ്വരൻ ആഗ്രഹിച്ചില്ലെങ്കിൽ ഈ ആൾക്ക് ആ നിയന്ത്രണം നടത്താൻ പറ്റുകയില്ല. ഞാനാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നു എങ്കിലും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഈശ്വരന്റെ കയ്യിലാണ്, യഥാർത്ഥ ഈശ്വരന്റെ കയ്യിലാണ്. അപ്പോ ഈ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈശസ്യ ഹി വശേ ലോകോ യോഷ ദാരുമയീ യഥ. എന്നിട്ട് എന്ത് പറ്റി ഈ അമ്മയ്ക്ക്? നോക്കാം. അഹം ച തത് ബ്രഹ്മകുലേ ഊഷീവാംസ്തദുപേക്ഷയാ ദിഗ്ദേശ കാലാവ്യുത്പന്നോ ബാലക പഞ്ചഹായന. എന്താണ്? അഹം ച തത് ബ്രഹ്മകുലേ ഈശിവാം തദുപേക്ഷയാ ദിഗ്ദേശകാലവ്യുത്പന്നോ ബാലക പഞ്ചഹായനഃ. അഹം ച തത് ബ്രഹ്മകുലേ ഉഷീവാംസ്തദുപേക്ഷയാ ദിഗ്ദേശകാലവ്യുത്പന്നോ ബാലക പഞ്ചഹായനഃ. എന്നെ കുറിച്ച് പറയുകയാണ്. ആര്? നാരദ മഹർഷിയുടെ ചെറിയ കുട്ടിയായിരുന്ന നാരദ മഹർഷിയെ കുറിച്ച് പറയുകയാണ്. അഹം, ഞാൻ, തത് ബ്രഹ്മകുലേ, അവിടെ ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ഞാൻ വസിച്ചിരുന്നത്. ഉഷീവാംസ് തത് ഉപേക്ഷയാ, അവിടെയുള്ള ആൾക്കാരെ സേവനം ചെയ്തുകൊണ്ടാണ് എന്റെ അമ്മ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ അവിടെ താമസിച്ചു, ആ സ്കൂളിൽ താമസിച്ചു, ജീവിച്ചു പോന്നു.
പിന്നെ ദിഗ്ദേശ അവ്യുത്പന്നോ, എനിക്ക് കാലത്തിനെ കുറിച്ചോ ദിക്കുകളെ കുറിച്ചോ ദേശങ്ങളെ കുറിച്ചോ വിവിധ തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടെന്നോ നഗരങ്ങളുണ്ടെന്നോ ഗ്രാമങ്ങളുണ്ടെന്നോ ഇതൊന്നും എനിക്ക് അറിയുകയില്ലായിരുന്നു. ബാലക, ഞാനൊരു വെറും കുട്ടിയായിരുന്നു. പഞ്ചഹായന, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ മാത്രമായിരുന്നു ഞാൻ. നോക്കൂ, കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ആണ്. ആർക്ക്? അമ്മയ്ക്ക് മകനോടും മകന് അമ്മയോടും. വേറെ ആരുമില്ല അവർക്ക്, അവർ മാത്രമേ ഉള്ളൂ. ഈ അമ്മയാണ് ആ കുട്ടിയെ നോക്കുന്നതും സംരക്ഷിക്കുന്നതും. അമ്മയെ കൊണ്ട് സാധു സ്ത്രീയാണ്, ഒരു സിമ്പിൾ വുമൺ, സാധുവായിട്ടുള്ള ഒരു സേവനം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ. അവരുടെ ജീവിതത്തില് ആ ഒരു അമ്മ മാത്രമേ ആ കുട്ടിക്ക് എന്തുള്ളൂ, അറ്റാച്ച്മെന്റ് ഉള്ളൂ. വേറെ ആരുമില്ല. അവന് വേറെ ഒന്നിനെ കുറിച്ച് അറിയില്ല. വെറും 5 വയസ്സ് പ്രായം. എന്ത് സംഭവിച്ചു? ഏകതാ നിർഗതാം ഗേഹാത് ദുഹന്തീം നിശിഗാം പഥി സർപ്പോ അദശത് പദാ സ്പൃഷ്ടാ കൃപണം കാലചോദിതഃ. ഏകതാ നിർഗതാം ഗേഹാത് ദുഹന്തീം നിശിഗം പതി കൃപണം കാലചോദിതഃ. ഏകതാ നിർഗതം ഗേഹാത് ദുഹന്തിം നിശിഗാം പതി സർപ്പോ ദശത് പദാ സ്പൃഷ്ട കൃപണാം കാലചോദിത. എന്ത് സംഭവിച്ചു? ആകപ്പാടെ ഒരേ ഒരു പുത്രൻ, ആകപ്പാടെ ഒരേ ഒരു അമ്മ, വേറെ ആരും നോക്കാനില്ല. എന്താണ് ആ കുട്ടിയോട് ഈശ്വരൻ ഇത്ര ക്രൂരത കാണിച്ചത് എന്ന് ചിലപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ തോന്നും. സാധാരണ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ നാരദ മഹർഷി തന്നെ തനിക്ക് വന്നുപെട്ട ആ സംഭവത്തെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നോക്കൂ. ഏകതാ, ഒരിക്കൽ. എന്താണ്? നിങ്ങൾ കേട്ടിട്ട് പല വാക്കുകളുണ്ട്. ടൈം, സമയത്തെ കാണിക്കാൻ വേണ്ടി. യഥാ 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 ഹി ധർമ്മസ്യ, എപ്പോൾ, അതൊരു സമയമാണ്. എപ്പോഴാണോ. സർവദാ, എപ്പോഴും. പിന്നെ എന്താണ്? യഥാ സർവദാ തഥാ, തഥാ അപ്പോൾ. ഏകത, ഒരിക്കൽ. ഏകത, ഇത് വളരെ ടൈമിനെ കാണിക്കുന്ന ഒരു പദമാണ്. ഏകത. നിർഗതാം ഗേഹാത്, വീട്ടിൽ നിന്നും പോയി. എങ്ങോട്ട് പോയി? ദുഹന്തിം നിശിഗാം പതി, രാത്രിയിൽ, അതായത് വെളുപ്പിനെ ആയിരിക്കും. നേരം വെളുക്കുന്നതിന് മുമ്പെയാണ് പശുവിനെ കറക്കാൻ വേണ്ടി പോകുന്നത്. ഗാം, ഗാം എന്ന് പറഞ്ഞാൽ ഗാവ്. ആരാണ് ഗാവ്? ഗോവ്, അല്ലെങ്കിൽ പശു. അതിനെ എന്ത് ചെയ്യാനാണ് പോകുന്നത്? പശുവിനെ കറക്കാൻ വേണ്ടി. ദുഹന്തിം, പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അമ്മ പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പതി, ആ വഴിയിൽ സർപ്പോദശാത്, സർപ്പം ദംശിച്ചു. പദസ്പൃഷ്ട കൃപണാം കാല ചോദിതഃ. എങ്ങനെയാണ്? ഇത് ക്രൂരതയല്ലേ? ആകപ്പാടെ ഒരു മകനേ ഉള്ളൂ, അതിനെ നോക്കാൻ വേറെ ആരുമില്ല. ഇതൊക്കെ ഈശ്വരൻ അറിയൂലേ? പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു ഒറ്റ അമ്മയെ പോലും ഈശ്വരൻ ആ കുട്ടിയുടെ അടുത്തുനിന്ന് തട്ടിയെടുത്തത്? കാലചോദിത. എന്താണ്? പരമമായ കാലത്താൽ സ്വാധീനിക്കപ്പെട്ടതാണ് എന്ന് വ്യാസദേവനോട് നാരദ മഹർഷി പറയുന്നു. ഒരിക്കൽ ഒരു രാത്രിയിൽ എന്റെ പാവ മാതാവ് പശുവിനെ കറക്കാനായി പുറത്തിറങ്ങിയപ്പോൾ പരമമായ കാലത്തിന്റെ പ്രഭാവത്താൽ അവർക്ക് സർപ്പദംശനമേറ്റു. ശീലപ്രഭുപാദിന്റെ ഈ പർപ്പർട്ട് ആകെ 2 ലൈനേ ഉള്ളെങ്കിലും ഭയങ്കര ബ്രില്യന്റ് പർപ്പർട്ട്, വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള പർപ്പറാണ്. കാരണം ഇത് വായിക്കുന്ന ആൾക്കാർക്ക് അയ്യോ കഷ്ടം, എന്തൊരു ക്രൂരതയാണ് ദൈവം ആ ബാലനോട് കാണിച്ചത്. ആകെ 5 വയസ്സുള്ള ബാലൻ, ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം കൂടി ഇല്ലാതാക്കിയില്ലേ? ഇങ്ങനെയാണോ ഒരു ഭക്തനോട് പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിക്കും നമ്മൾ. പക്ഷെ പ്രഭുപാദ് നോക്കൂ, ഭാവാർത്ഥത്തിനകത്ത് എഴുതിയേക്കുന്നത് ഭഗവത് സമീപത്തേക്ക് ഒരു ആത്മാർത്ഥനായ ആത്മാവിനെ ആകർഷിച്ചെടുക്കുന്ന മാർഗമാണിത്. വാത്സല്യനിധിയായ മാതാവ് മാത്രമേ ആ ബാലനെ സംരക്ഷിക്കാനായി ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ തന്നെയും ഭഗവത് കൃപയിൽ പരിപൂർണമായി അവനെ പ്രതിഷ്ഠിക്കാനുള്ള ഭഗവാന്റെ പരമ ഇച്ഛയാണ് അവന്റെ ജനനി ലോകത്തിൽ നിന്നും മറയ്ക്കപ്പെട്ടത്. ഇത്രയേ ഉള്ളൂ പർപ്പർട്ട്, ആകെ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ 9ാമത്തെ ശ്ലോകത്തിന്റെ പർപ്പർട്ട്. പക്ഷെ അതിനകത്ത് ഒരുപാട്
നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് റിവേഴ്സസ് വരുന്നത്, ജീവിതത്തിൽ തിരിച്ചടികൾ വരുന്നത് എന്തുകൊണ്ടാണ് ഒരു ഭക്തന്? സാധാരണ ആൾക്കാർക്ക് തിരിച്ചടികൾ വരുന്നത് എന്തുകൊണ്ടാണ്? കർമ്മം കൊണ്ടാണ്, അല്ലെ? അതായത് എല്ലാ ജീവാത്മാക്കളും ജനിക്കുന്നത് കർമ്മത്തിന്റെ ഒരു ഭാണ്ഡവുമായിട്ടാണ്. ആ ഭാണ്ഡത്തില് നല്ല കർമ്മം ചെയ്തതിന്റെ ഫലവും ഉണ്ടാകും, എന്താണ് തെറ്റായ കർമ്മം ചെയ്തതിന്റെ ഫലവും ഉണ്ടാകും. ഈ ഭാണ്ഡം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അതിന്റെ തുറന്നു കഴിയുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭാണ്ഡം തുറന്ന് അതിനകത്തുനിന്ന് റിസൾട്ട് എടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോ നമ്മൾക്ക് വരുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത നല്ല കർമ്മത്തിന്റെ പ്രതിഫലമാണ്. അതും നമ്മൾ അനുഭവിക്കും. അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയൂല, അല്ലെങ്കിൽ ആരെയും നമ്മൾ എന്ത് ചെയ്യുകയില്ല, പ്രശംസിക്കുകയുമില്ല. ഭഗവാന്റെ കാരുണ്യത്താൽ എനിക്ക് വളരെ നല്ല കാലമാണ് ഇപ്പോ. ആരെങ്കിലും പറയുമോ? ഇല്ല. എന്റെ പ്രയത്നം കൊണ്ട്, ഞാൻ നന്നായിട്ട് പഠിച്ചത് കൊണ്ട് എനിക്ക് ജോലി കിട്ടി, അതുകൊണ്ട് എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നു, എനിക്ക് നല്ലോണം ജീവിക്കാൻ പറ്റുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലും നമുക്ക് റിവേഴ്സസ് വന്നു കഴിയുമ്പോൾ ഉടനെ നമ്മൾ ആരെ കുറ്റം പറയും? ആദ്യം കുറ്റം പറയുന്നത് ഈശ്വരനെയാണ്. എന്റെ പഴയ കർമ്മത്തിന്റെ, പാപകർമ്മത്തിന്റെ പ്രതിഫലമാണ്. പുണ്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? പുണ്യം ചെയ്തതിന്റെ കർമ്മം കൊണ്ടാണ് നമുക്ക് സന്തോഷം കിട്ടിയത് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരാൾക്ക് പാപങ്ങൾ കൊണ്ടുള്ള ദുഃഖം വരുമ്പോഴും നമുക്ക് മനസ്സിലാവണം, അത് ഞാനാണ് അതിന്റെ എല്ലാം വാങ്ങിച്ചു വെക്കുന്ന ആള് എന്ന് മനസ്സിലാവണം. പക്ഷെ അങ്ങനെ ആരും ചിന്തിക്കുകയില്ല. ആരെങ്ങനെയാണ് ചിന്തിക്കുന്നത്? ആദ്യം ഈശ്വരനെ കുറ്റം പറയും. എന്തൊരു ക്രൂരനാണ് ഈശ്വരൻ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ വരുന്നത്? ക്രൂരതയാണ് ഈശ്വരൻ, ഈശ്വരനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നെഗേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. പക്ഷേ ആധ്യാത്മിക ജ്ഞാനം ലഭിച്ച ഒരു ഭക്തൻ, ശീലപ്രഭുപാദ് നോക്കുകൂടെ എഴുതിയേക്കുന്നത് എന്താണ്? അത് ഒരു അവസരമാണ്. എന്തിന്? ഭഗവാന്റെ അടുത്തേക്ക് ഒരു ആത്മാർത്ഥമായ ആത്മാവിനെ ആകർഷിച്ചെടുക്കുന്ന മാർഗമാണ്. ഹരി ഭഗവാന്റെ വേറൊരു പേരാണ്, അല്ലെ? ഹരി. എന്താണ് ഹരി? എല്ലാത്തിനെയും ഹരിക്കുന്നവൻ. എല്ലാത്തിനെയും ഹരിക്കുന്നവനാണ് ഹരി. ആരാണോ ഭഗവാനെ ആശ്രയം സ്ഥാപിക്കുന്നത്, എന്താണ് വില്ലുമംഗല ഠാക്കൂർ പറയുന്നു? സ്ഥലം എന്താണ്? ധനം ച മാനം ച തഥേന്ദ്രിയാണി സ്ഥാനം പ്രാണം ച ഹൃത്വാ മമ സർവമേവ പലായസേ കുത്ര ധൃതോദ്യ ചോരാ ത്വം ഭക്തിധാംനാസി മയാ നിരുദ്ധ. അല്ലയോ അനിരുദ്ധ, അങ്ങേ കെട്ടാൻ പറ്റുന്നില്ല ആർക്കും, അല്ലെ? അനിരുദ്ധനാണ്. എന്താണ് അനിരുദ്ധന്റെ അർത്ഥം? കിട്ടപ്പെടാത്തവൻ. പക്ഷേ അനിരുദ്ധ, അങ്ങേ എന്ത് ചെയ്യും ഞാൻ? മയാ ഭക്തി പാശാത്, എന്റെ ഭക്തിയുടെ പാശം കൊണ്ട് അങ്ങേ ഞാൻ കെട്ടിയിടും. എന്തിനാണ് ഭഗവാൻ ശിക്ഷ കൊടുക്കുന്നത്? ധനം ച മാനം ച തഥ ഇന്ദ്രിയാണി പ്രാണം ച ഹൃത്വ. എല്ലാം തട്ടിക്കൊണ്ടു പോകുന്നവനാണ്, ചൗര അഗ്രഗണ്യനാണ്. ആര്? ഭഗവാൻ. എന്താണ് ചെയ്തത്? ധനം, ഉള്ള സമ്പത്തും നഷ്ടപ്പെടുത്തും. മാനം, എന്റെ എന്താണ് സമ്മാനം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ തന്നുകൊണ്ടിരുന്ന ആദരവും നഷ്ടപ്പെടുത്തും. തഥ ഇന്ദ്രിയാണി, എന്റെ ഇന്ദ്രിയങ്ങളെ പോലും അങ്ങ് അപഹരിച്ചുകൊണ്ടും, പ്രാണം ശകൃത്വ, എന്റെ ജീവനെ പോലും അങ്ങ് അപഹരിച്ചു കൊണ്ടുപോകും. പലായസേ കുത്ര, എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ത്വം, അങ്ങയെ ഞാൻ ഭക്തിധാംനാസി മയാ അനിരുദ്ധ, എന്റെ ഭക്തിയുടെ ധാമം കൊണ്ട് അങ്ങയെ കെട്ടിയിടും. അങ്ങ് പറയുന്നു ആർക്കും എന്നെ കെട്ടിയിടാൻ പറ്റൂല എന്ന്, പക്ഷെ എന്റെ ഭക്തിയുടെ പാശം കൊണ്ട് കെട്ടിയിടും. തെറ്റെന്താണ് ഭഗവാന്റെ? നമ്മുടെ ധനത്തെയും മാനത്തെയും പ്രാണനെയും എല്ലാത്തിനെയും ഹനിച്ചു കൊണ്ടുപോകും. വില്വമംഗല ഠാക്കൂർ, നിങ്ങൾ കണ്ടില്ലേ? ആ ഡ്രാമ കണ്ടിട്ടുണ്ടാവുമല്ലോ. വില്വമംഗല ഠാക്കൂറിനെ കുറിച്ചുള്ള ഒരു ഡ്രാമ നമ്മൾ ഇവിടെ ബ്രഹ്മോത്സവത്തിന് കളിച്ചിരുന്നു, അല്ലെ? എന്താണ് ആ ഡ്രാമയിൽ? അദ്ദേഹം വളരെ വലിയ ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു വലിയ ധനികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു രാജാവിനെ പോലെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അവസാനം അദ്ദേഹത്തിന് എന്താണ്? ധനവും പോയി, മാനവും പോയി, അദ്ദേഹത്തിന്റെ എല്ലാം പോയി, ഇന്ദ്രിയങ്ങളും പോയി. പക്ഷെ ആരെ കിട്ടി? അവസാനം ഭഗവാനെ കിട്ടി. അപ്പൊ ഒരു ഭക്തൻ എന്ന് പറയുന്നത് എന്താണ്? പോയത് എന്താണെന്ന് ചിന്തിക്കുന്നില്ല, കിട്ടിയത് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രഭുപാദ് പറയുന്നത്, ദാറ്റ് ഈസ് ദ വേ ഓഫ് ഡ്രാഗിങ് എ സിൻസിയർ സോൾ നിയറർ ടു ഗോഡ്.
ഈ കുട്ടിക്ക് ആകെപ്പാടെയുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്തായിരുന്നു? ആ ഒരേ ഒരു അമ്മയായിരുന്നു. പക്ഷെ എന്നിട്ടും ആ അമ്മയെ എന്ത് ചെയ്തു? അവിടെ നിന്നും മാറ്റപ്പെട്ടു. അവനെ ആരുമില്ലാതാക്കി തീർത്തു. എന്താണ്? ബൈ ദ സുപ്രീം വിൽ, കാലചോദിത. ഇതാണ് ഒരു ഭക്തന്റെ വീക്ഷണം. എന്താണ് വീക്ഷണകോണ് എന്ന് നമ്മൾ പറയില്ലേ? എന്താണ് കാഴ്ച? എന്താണ് കാഴ്ച? എനിക്ക് വരുന്ന ശരിയും തെറ്റും ഞാനല്ല തീരുമാനിക്കുന്നത്. എന്നെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ആ ഈശ്വരൻ തന്നെയാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 10ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. തദാ തദഹം ഈശസ്യ ഭക്താനാം ശമഭീപ്സതഃ അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠം ദിശമുത്തരാം. തദാ തദഹമീശസ്യ ഭക്താനാം ശമഭീക്ഷതഃ അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠാം ദിശമുത്തരം. എന്താണ്? തദാ തദഹമീശസ്യ ഭക്താനാം ശമഭീക്ഷതഃ അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠം ദിശമുത്തരാം. തദാ, അത്, തദ് അഹം ഈശസ്യ ഭക്താനാം ശം അപീക്ഷതഃ, ഞാൻ ആരാണ്? ഈശസ്യ ഭക്താനാം ശം അപേക്ഷതഃ. ഈശൻ ആരാണ്? ഭഗവാൻ. ഞാൻ ആരാണ്? ഭക്തൻ. അപ്പോ ഞാൻ ഭക്തനായ ഞാൻ ഭഗവാന്റെ കൃപയെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള എന്നെ ഭഗവാൻ എന്ത് ചെയ്യുകയില്ല? കൈവിടുകയില്ല എന്ന് എനിക്ക് ആ ആത്മജ്ഞാനം ലഭിച്ച മഹർഷിമാർ പറഞ്ഞതിൽ നിന്നും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രത്യേക അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടത്. അനുഗ്രഹം മന്യമാന. ഇവിധം ചിന്തിച്ചു. പലതരത്തിൽ ചിന്തിക്കാം. ഭാഗവതത്തില് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോ നമ്മള് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടും. ജീവിതത്തിൽ റിവേഴ്സസ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ. ആരാണ് ജീവിതത്തിൽ റിവേഴ്സസ് അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരില് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്, നമ്മള് ഒരു രാജാവിനെ പരിചയപ്പെടും. ചിത്രകേതു എന്ന് പറയുന്ന ഒരു രാജാവ്. ആ രാജാവിന് 100 ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടും അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ല. പിന്നെ അദ്ദേഹം 1 കോടി ഭാര്യമാരെ കല്യാണം കഴിച്ചു, എന്നിട്ടും അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ല. അവസാനം അങ്കിര ഋഷിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് കൃതദ്യുതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് ഈ രാജാവിന്റെ ഒരു ഭാര്യ ഒരു കുട്ടിക്ക് ജന്മം നൽകി. ഹർഷശോകൻ. ഒരു നോക്കൂ, ഒരുപാട് ഭാര്യമാരുള്ള ഒരു ആൾക്ക്, അതില് എല്ലാവർക്കും മക്കളുണ്ടെങ്കിൽ അവരെല്ലാം സന്തുഷ്ടരായിരിക്കും. പക്ഷെ ഒരാൾക്ക് മാത്രമാണ് മക്കൾ ഉള്ളതെങ്കിൽ ബാക്കിയുള്ള ഈ ഭാര്യമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം. എന്ത് ചെയ്തു? ഇവരോടുള്ള അസൂയ കൊണ്ട് എല്ലാവരും ചേർന്ന് ഇവരെ എല്ലാം ഉപദ്രവിച്ചത്. ആ ഉണ്ടായ കുട്ടിയെ വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? കൃതദ്യുതി എന്തു പറഞ്ഞു? ഇതെല്ലാം ഈശ്വരന്റെ കുഴപ്പമാണ്. നമ്മൾ പറയുമില്ലേ, ഇതെല്ലാം ഈശ്വരന്റെ കുഴപ്പമാണ്. കാരണം എന്താണ്? ഒരു പുത്രൻ, മകൻ അല്ലെങ്കിൽ അച്ഛൻ നിലനിൽക്കുന്ന സമയത്ത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് പുത്രൻ മരിച്ചുകൂടാ. അതൊരു അലിഖിത നിയമമാണ്. ആ രാജ്യത്തെ രാജാവും ഈശ്വരനുമാണ്. അങ്ങനെ അല്ല എങ്കിൽ അതിന് ഉത്തരവാദികൾ. അപ്പോ രാജാവിനെ പഴിക്കാൻ പറ്റില്ല, കാരണം രാജാവ് സ്വന്തം ഭർത്താവാണ്, അല്ലേ? അപ്പൊ ആരെ പഴിച്ചു? ഈശ്വരനെ പഴിച്ചു. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്, പഴിക്കുന്നത്. സാഹചര്യത്തെ പഴിക്കുന്നത്. എനിക്കിങ്ങനെ സംഭവിച്ചത് ഈശ്വരന്റെ ക്രൂരത കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിച്ചത് ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രശ്നം കൊണ്ടാണ്, എന്റെ കർമ്മം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നില്ല. ഇതാണ് ബ്ലെയിമിങ് എന്ന് പറയുന്നത്. ഇനി ഒരാളെ നമ്മൾ പരിചയപ്പെടും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. ഉത്താനപാദന്റെ 2 ഭാര്യമാർ, സുനീതിയും സുരുചിയും. സുരുചി ഉത്താനപാദന് വളരെ രുചി എന്ന് പറഞ്ഞാൽ എന്താണ്? ടേസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര പ്രിയപ്പെട്ടവളായിരുന്നു സുരുചി. ഉത്താനപാദന് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ സുനീതി, നീതി എന്നതിന്റെ ധാർമ്മികത എന്നതിന്റെ വാക്കാണ് നീതി. അപ്പൊ സുനീതി ആരാണ്? സുനീതി അവഗണിക്കപ്പെട്ട ഭാര്യയായിരുന്നു. സുനീതി എങ്ങനെയാണ് അവഗണിക്കപ്പെട്ടത്? സുനീതിക്ക്
അദ്ദേഹത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ധ്രുവൻ വന്നിട്ട്, സുനീതിയുടെ പുത്രനായ ധ്രുവൻ വന്ന് ഉത്താനപാദന്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോ സുരുചി വന്ന് അവനെ അവിടെ നിന്നും ഇറക്കി വിട്ടത്. പക്ഷേ സുനീതി എന്ത് ചെയ്തില്ല? ഈശ്വരനെ കുറ്റം പറഞ്ഞില്ല. സുനീതി എന്ത് ചെയ്തു? ധ്രുവൻ വന്ന് തന്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ ധ്രുവനോട് പറഞ്ഞു, നാരായണന് മാത്രമേ നിന്നെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അവളുടെ വിശ്വാസവും പോയില്ല, പക്ഷെ കുറ്റവും പറഞ്ഞില്ല ഈശ്വരനെ. ആ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? സുനീതി മുന്നോട്ട് പോയി, ധ്രുവനും മുന്നോട്ട് പോയി. പിന്നീട് നാം കാണുന്നത് ഉത്താനപാദനും സുരുചിയും അവരുടെ മനസ്സും ചേഞ്ച് ചെയ്തു എന്നാണ്. അപ്പോ ഒരു ഭക്തൻ റിവേഴ്സസിനെ അല്ലെങ്കിൽ തടസ്സങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിൽ തിരിച്ചടികളെ നേരിടുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരിലും പരിവർത്തനം വരുത്താൻ പറ്റുന്നതാണ്. നമ്മൾ കരഞ്ഞു വിളിച്ച് ഈശ്വരനെയും കുറ്റം പറഞ്ഞ് ഭക്തിയും കളഞ്ഞ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ കണ്ട് ഭക്തരാകുമോ? ഇല്ല. അവരും എന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെ പെരുമാറും. സാധാരണക്കാരാണ് അവർക്കറിയില്ല ഭക്തി എന്താണ്, ഭഗവാൻ എന്താണ്. സുഹൃതം സർവഭൂതാനം. അദ്ദേഹത്തിന് ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യാൻ കഴിയുകയില്ല, നമ്മളെ ചീത്തയാക്കി അല്ലെങ്കിൽ നമ്മൾക്ക് തെറ്റായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം അദ്ദേഹം നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന സുഹൃത്താണ്. ആരാണ് സുഹൃത്ത്? എല്ലാവരുടെയും ഹിതത്തെ കാംക്ഷിക്കുന്നവനാണ് സുഹൃത്ത്. അതും ഹൃദയത്തിലിരിക്കുന്നവനാണ്. സുഹൃതം സർവഭൂതാനം. അദ്ദേഹത്തെക്കാൾ നമ്മളെ അറിയാവുന്ന ഒരാൾ വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം നമ്മൾക്ക് എന്ത് ചെയ്യുകയില്ല, തെറ്റായിട്ടൊന്നും തരികയില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? ഭക്തനറിയാം. അതുകൊണ്ട് അയാൾ മച്യൂരിറ്റി, പാകതയോടുകൂടി പെരുമാറും. ആ പാകത കണ്ടിട്ട് എന്ത് ചെയ്യും? എല്ലാവരും അത് പിന്തുടരുകയും ചെയ്യും. ഇനി വേറൊരാളെ പരിചയപ്പെടും, വിദുരർ. അടുത്ത ഈ ഒരു അധ്യായത്തിൽ തന്നെ നമ്മൾ അധ്യായമല്ല, ഈ ഒരു ക്യാൻറ്റോയിൽ തന്നെ വിദുരരെ കുറിച്ച് നമ്മൾ പരിചയപ്പെടും. ധൃതരാഷ്ട്രര് വന്നിട്ട് ധൃതരാഷ്ട്രർ വിദുരന്റെ ചേട്ടനാണ് അല്ലെ. അദ്ദേഹത്തെ വന്നിട്ട് പിന്നെ ഈ പ്രകാരം ഉപദേശിക്കും. ധൃതരാഷ്ട്ര പുത്രന്മാരോട് അധികം അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് അവരുടെ എല്ലാ തന്നത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ആളായിരുന്നു അല്ലെ. എല്ലാ തരത്തിലുമുള്ള തെറ്റുകൾ ചെയ്താലും അതിനെ എങ്ങനെയെങ്കിലും പുതപ്പിച്ച് മേക്കപ്പ് ചെയ്ത് ഒക്കെ എന്ത് ചെയ്യും? അത് ശരിവെച്ചു കൊടുക്കുന്ന ആളായിരുന്നു. പക്ഷേ വിദുരർ വന്നിട്ട് തെറ്റാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ, ധൃതരാഷ്ട്രയുടെ പുത്രൻ ദുര്യോധനന് ദേഷ്യം വന്നിട്ട്, ദുര്യോധനൻ സ്വന്തം കൊച്ചച്ഛനാണ്, അച്ഛന്റെ അനുജനാണ്, അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കൾക്ക് വിശ്വസ്തതയൊന്നുമില്ല, ഹസ്തിനപുരത്ത് നീ ഇപ്പൊ ഇറങ്ങിക്കോണെന്ന് പറഞ്ഞു. വിദുരർക്ക് എന്താണ് സങ്കടം വന്നോ? ഇല്ല. അത് കേട്ടതും വിദുരൻ എന്ത് ചെയ്തു? ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അവസരമാണ്. എന്താണ്? എനിക്ക് ആധ്യാത്മിക ജീവിതത്തിന് എല്ലാ കെട്ടുപാടുകളും, കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മന്ത്രിപദം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. എനിക്ക് ആധ്യാത്മിക ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സമയമൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ ദുര്യോധനൻ എന്നെ ഇറക്കി വിട്ടത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം ദുര്യോധനായിട്ട് തന്നെ നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? എനിക്ക് ആ പുണ്യസ്ഥലങ്ങളിൽ പോയി ദർശനം എടുക്കാം, അവിടുത്തെ വിഗ്രഹങ്ങളെ കാണാം, അല്ലെങ്കിൽ അർച്ചാ വിഗ്രഹങ്ങളെ കാണാം, പുണ്യ നദികളിൽ സ്നാനം ചെയ്യാം. അത് സിറ്റുവേഷൻ എന്താണ് എനിക്ക് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. നോക്കൂ, എത്ര ആൾക്കാർക്ക് ഇതുപോലുള്ള ഒരു സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും? എന്തുകൊണ്ട് വിദുരർ അങ്ങനെ ചിന്തിച്ചു? അദ്ദേഹത്തിന് എന്താണ് നല്ലത് ചീത്ത സിറ്റുവേഷൻ പലർക്കും ഒരേപോലെ ആയിരിക്കും. പക്ഷെ അതിനെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന, നിരീക്ഷിക്കുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് മച്യൂർ ആയിട്ടുള്ള വ്യക്തിയും പാകത വന്ന വ്യക്തിയും ഭക്തി കൊണ്ട് പാകത വന്ന വ്യക്തിയും ഒരു സാധാരണക്കാരനും ഡിഫറെന്റ് ആയിട്ടായിരിക്കും. സാധാരണക്കാരൻ പഴിക്കും, മറ്റുള്ളവരെ പഴിക്കും, ഈശ്വരനെ പഴിക്കും, തന്നെ പഴിക്കും, നിരാശനാകും, ആത്മഹത്യ ചെയ്യും, കള്ളു കുടിക്കും, എവിടെയെങ്കിലും കിടക്കും. അങ്ങനെ അയാളുടെ ജീവിതം നശിച്ചു പോകും, വിഷമം, ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഭക്തൻ വിഷമവും ദുഃഖവും വന്നാലും അങ്ങനെ നിരാശനാവുകയോ അയാളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ചിന്തിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. എന്ത് ചെയ്യുകയാണ് അയാൾ? എന്ത് വന്നാലും ഭഗവാന്റെ ഇച്ഛയല്ലാതെ ഇതൊന്നും നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എന്ത് ചെയ്യണമോ അയാൾ പ്രവർത്തിക്കും. അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോ നാരദ മഹർഷി പറയുകയാണ്, ഭക്താനാം ഷം അപേക്ഷതഃ ഈശസ്യ ഭക്താനാം ഷം അപേക്ഷതഃ. ഈശ്വരന്റെ ഭക്തന്മാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃപയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൃപയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് എന്താണ് അദ്ദേഹത്തിന് നൽകാൻ പറ്റുന്നത്? അവർക്ക് എന്തെങ്കിലും
തെറ്റു വരുത്താൻ ഭഗവാൻ ആഗ്രഹിക്കുമോ? പരിത്രാണായ സാധൂനാം, സാധുക്കളെ പരിത്രാണനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് വരുന്നതിന്റെ അവതാരത്തിന്റെ ഉദ്ദേശം പറയുകയാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥയൊക്കെ പിന്നെ ഉള്ളൂ. ആദ്യം വരുന്നത് പരിത്രാണായ സാധൂനാമാണ്, ഈ സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം സംഭവിക്കാൻ വേണ്ടി അനുമതി കൊടുത്തത്? അനുഗ്രഹം മന്യമാന, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും പിന്നെ മനസ്സിലാകും, അല്ലെ? നാരദ മഹർഷിക്ക് ഇപ്പൊ അത് മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ട്രാവൽ ചെയ്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ സാക്ഷാത്കാരം വരുമ്പോ ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോഴേ അദ്ദേഹത്തിന്, ഈ 5 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോഴേ ആത്മജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് പാകത വന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രാതിഷ്ഠം ദിശം ഉത്തരം, ഉത്തര ദിശയിലേക്ക് ഞാൻ പ്രയാണം ആരംഭിച്ചു. കാരണം എന്താണ്? അമ്മ പോയി, സമ്പത്തില്ല, ഗ്രഹമില്ല, അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ആശ്രയവുമില്ല. ഇനി എങ്ങോട്ട് പോകും? അദ്ദേഹം എന്ത് ചെയ്തു? പരിവ്രജക കർമ്മം എന്ന് പറയുന്ന ആ ഒരു പാത സ്വീകരിച്ചു. അദ്ദേഹം യാത്ര ചെയ്യാൻ ആരംഭിച്ചു. പ്രാതിഷ്ഠം ദിശം ഉത്തരം. ഇവിടെ പ്രഭുപാദിന്റെ പർപ്പട്ടും വളരെ മനോഹരമാണ്. അതില് ഭഗവാന്റെ വിശ്വസ്ത ഭക്തർ ഓരോ കാൽവയ്പിലും ഭഗവാന്റെ അനുഗ്രഹ ആദേശങ്ങൾ ദർശിക്കുന്നു. സാംസാരിക അർത്ഥത്തിൽ വിഷമമേറിയ ഘട്ടമായി തോന്നുന്ന സന്ദർഭങ്ങളെയും അവർ ഭഗവാന്റെ സവിശേഷ കൃപയായി അംഗീകരിക്കുന്നു. ലൗകിക അഭിവൃദ്ധി ഒരു തരത്തിലുമുള്ള ഭൗതിക ജ്വരമാകുന്നു. ഭഗവത് കൃപയാൽ ഈ ഭൗതിക ജ്വരത്തിന്റെ താപം ക്രമേണ ശമിക്കുന്നു. അനന്തരം ആത്മീയ ക്ഷേമം പടിപടിയായി ആർജിക്കപ്പെടുന്നു. സാംസാരിക ജനങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കുന്നു. എന്താണ് ഈ സാംസാരിക ജനം? സാധാരണ ആത്മജ്ഞാനം ലഭിക്കാത്ത ആൾക്കാർ ഇത് തെറ്റിദ്ധരിക്കുന്നു. നോക്കൂ, എത്ര അധികം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, എന്നിട്ടും ഇങ്ങനെയൊക്കെ വന്നല്ലോ. എന്താണ് ഇവർക്ക് മനസ്സിലാവാത്തത്? ഈ നാമം ജപിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാന്ന് എന്താണ് ഇവർക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ അവർ പറഞ്ഞേക്കും. പക്ഷെ ഒരു ഭക്തൻ ഒരിക്കലും അത് ഭഗവാനെ പഴിക്കാനുള്ള സന്ദർഭമായിട്ട് കാണുകയില്ല. ഓക്കെ, എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു യാത്രയിലേക്കാണ് പോകുന്നത്. ആര്? ആ കുട്ടി. സ്പീതാൻ ജനപദാംസ്തത്ര പുരഗ്രാമവ്രജാകരാൻ ഖേത ഖർവത വാട്ടിശ്ച വനാനി ഉപവനാനി ച. സ്പീതാൻ ജനപദാംസ്തത്ര പുരഗ്രാമവ്രജാകരാൻ ഖേത ഖർവത വാട്ടിശ്ച വനാനി ഉപവനാനി ച. സ്പീതാൻ ജനപദാംസ്തത്ര പുരഗ്രാമവ്രജാകരാൻ ഖേത ഖർവത വാട്ടിശ്ച വനാനി ഉപവനാനി ച. എവിടെ കൂടെയൊക്കെ പോയി? സ്പീതാൻ ജനപദാൻ, ഭയങ്കര വലിയ വലിയ നഗരങ്ങളിൽ കൂടി പോയി. തത്ര, പിന്നെ പുരഗ്രാമ, പുരങ്ങൾ, ചെറിയ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, അതിൽ കൂടി പോയി. വ്രജ, വലിയ വലിയ കൃഷിസ്ഥലങ്ങൾ, ആകരാൻ, മൈൻസ്, അതായത് ധാതുക്കളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലങ്ങൾ. ഖേത്ത, ഖേത്ത്, എന്താണ് ഖേത്ത് എന്ന് പറയുന്നത്? കൃഷിസ്ഥലങ്ങൾ. ഖർവത, വാലി, അതായത് താഴ്വാരങ്ങൾ. വാടി, പൂവാടികൾ, ഒരുപാട്. വനാനി, ഫോറസ്റ്റുകൾ. ഉപവനാനി, ചെറിയ ചെറിയ വനങ്ങൾ. ഇതിൽ കൂടെ ഒക്കെ പോയി. എന്തിനാണ് ഇതൊക്കെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നാരദ മഹർഷി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നോക്കൂ, ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം നഗരത്തിൽ പോയി, പട്ടണത്തിൽ പോയി, വില്ലേജസിൽ പോയി, ആനിമൽ ഫാംസിൽ പോയി, അഗ്രികൾച്ചറൽ ലാൻഡിൽ പോയി, വാലി, ഫ്ലവർ ഗാർഡൻ, നഴ്സറി ഗാർഡൻ, നാച്ചുറൽ ഫോറസ്റ്റ്, ഇവിടെ എല്ലാം പോയി. ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എനിക്ക് എന്തെങ്കിലും ജോലി തരൂ, ഞാൻ ഇവിടെ താമസിച്ചു കൊള്ളാം, എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് ജീവിക്കാൻ അവസരം തരൂ എന്ന് ആരോടെങ്കിലും അദ്ദേഹം ചോദിച്ചോ? ഇല്ല. എന്താണ്? ഇവിടെ പറയുന്നു, ശ്രീ നാരദ മുനി, ഈവൻ ദോ എ മിയർ ചൈൽഡ് did not waste time for a single moment with economic development, although he passed towns and villages, mines and industries. ശ്രീ നാരദ മുനി ഒരു
പിഞ്ചു ബാലനായിരുന്നിട്ട് പോലും നഗരങ്ങളും ഗ്രാമങ്ങളും ഖനികളും വ്യവസായശാലകളും ഒക്കെ സന്ദർശിച്ചുവെങ്കിൽ തന്നെയും സാമ്പത്തിക പുരോഗതിക്കായി ഒറ്റ നിമിഷം പോലും പാഴാക്കിയില്ല. അതിനാണ് ഇതൊക്കെ പറയേണ്ടി വന്നത് അല്ലേ? പ്രഭുപാദിന് ഇതൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ വ്യാസദേവൻ ഇതൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? എവിടെ കൂടെ ഒക്കെ പോയി? നാരദ മഹർഷി നേരെ കാട്ടിലേക്കാണ് പോയെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അവിടെ ചോദ്യത്തിന് അർത്ഥമില്ലായിരുന്നു. എന്താണ് കാട്ടിൽ പിന്നെ ആരോട് പോയി ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്? കാട്ടിൽ പോയി ആരെങ്കിലും ജോലി അന്വേഷിക്കുമോ? ഇല്ല. ഇവിടെ എന്താണ്? നഗരങ്ങൾ, ഗ്രാമങ്ങൾ, മൃഗങ്ങൾ, ഖനികൾ, കൃഷിനിലങ്ങൾ, താഴ്വാരങ്ങൾ, പൂന്തോട്ടങ്ങൾ, ഇവിടെ എവിടെയെങ്കിലും പോയി അദ്ദേഹത്തിന് ഒരു ജോലി സ്വീകരിച്ചുകൂടായിരുന്നോ? അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കൂല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. എന്താണ് പറയുന്നത്? ഇവിടെ കൂടെ ഒക്കെ പോയി എങ്കിലും അദ്ദേഹം ആരുടെ അടുത്തും പോയി ജോലി ചോദിക്കാനോ, എനിക്ക് ആശ്രയം തരുമോ, എനിക്ക് ഭക്ഷണം തരുമോ, എനിക്ക് വസ്ത്രം തരുമോ, പാർപ്പിടം തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയില്ല എന്നാണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു? ചിത്രധാതു വിചിത്രാദ്രീൻ. എന്താണ് 12ാമത്തെ ശ്ലോകം? ഇഭ ഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീസുരസേവിതഃ ചിത്രസ്വനൈ പത്രരഥൈർ വിഭ്രമരശ്രിയഃ ചിത്രധാതു വിചിത്രാദ്രീൻ ഇഭ ഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീസുരസേവിതഃ ചിത്രസ്വനൈ പത്രരഥൈർ വിഭ്രമരശ്രിയഃ ചിത്രധാതു വിചിത്രാദ്രീൻ ഇഭ ഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീസുരസേവിതഃ ചിത്രസ്വനൈ പത്രരഥൈർ വിഭ്രമരശ്രിയഃ. ഈ ഡിസ്ക്രിപ്ഷൻ കുറച്ചും കൂടെ ഡിസ്ക്രിപ്ഷൻ ഉള്ളതാണ്. നേരത്തെ ഗ്രാമം, നഗരം, അത് ഇത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇവിടെ ചിത്രധാതു വിചിത്ര അദ്രി. എന്താണ്? വളരെയധികം ഭഗവാൻ ഈ പരിവ്രജക ആചാര്യന്മാര് ഗ്രാമത്തിലും ആൾക്കാരുള്ള സ്ഥലങ്ങളിലും മാത്രമല്ല പോകുന്നത്. അവരെങ്ങോട്ട് പോകും? ആരും താമസിക്കാത്ത സ്ഥലത്തും കൂടി പോകും. എന്തിനാണ്? ഒരു എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആളെ നമ്മൾ എന്ത് പറയും? സന്യാസി എന്ന് പറയും. സന്യാസി എന്നാണ് ഇപ്പൊ നമ്മൾ ആരെ വിളിക്കേണ്ടത്? ആ ചെറിയ കുട്ടീനെ വിളിക്കേണ്ടത്. കാരണം അവന് എല്ലാം ഉണ്ടായിരുന്നതെല്ലാം എടുത്തു മാറ്റപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പൊ യാത്ര ചെയ്യുന്ന ആള്, അതായത് എല്ലാം ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്ന ആളെ എന്തെന്ന് വിളിക്കും? സന്യാസി. ആരാണ് സന്യാസി ആശ്രയിക്കുന്നത്? ആകെ ഒരാളെ ഉള്ളൂ സന്യാസിക്ക് ആശ്രയിക്കാൻ, പരമദിവ്യോത്തമ പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരനെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സന്യാസി എന്ത് ചെയ്യുകയാണ്? പല സ്ഥലത്തും പോവുകയാണ്. എന്താണ്? ചിത്രധാതു, വളരെ പലതരത്തിലുള്ള ധാതുക്കളുള്ള എന്താണ്? വിചിത്ര അദ്രി. അദ്രി എന്ന് പറഞ്ഞാൽ മലകളും പർവ്വതങ്ങളും ഒക്കെ, ഒരുപാട് ധാതുക്കളും ലവണങ്ങളും ഒക്കെ നിറഞ്ഞ പർവ്വതങ്ങളിലും പർവ്വതങ്ങളിലും മലകളിലും കൂടിയൊക്കെ അദ്ദേഹം യാത്ര ചെയ്തു. ഇഭ ഭഗ്ന ഭുജദ്രുമാൻ. എന്താണ്? മരങ്ങളുടെയൊക്കെ എന്താണ്? കൊമ്പുകളൊക്കെ ഒടിച്ചു വെച്ചിരിക്കുന്നു. ആര്? വനത്തിൽ കാണപ്പെടുന്ന ഇഭം, ആന. ആന അതൊക്കെ ഒടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അദ്ദേഹം കണ്ടു. ജലാശയാൻ ശിവജലാൻ, വളരെയധികം പ്യുവർ ആയിട്ടുള്ള, തെളിമയായിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള വെള്ളം നിറഞ്ഞിരിക്കുന്ന ജലാശയങ്ങൾ, നളിനി സുരസേവിതഃ, തടാകങ്ങൾ, ഇതൊക്കെ കണ്ടു. ചിത്രസ്വനൈ പത്രരഥൈ. എന്താണ്? അതായത് അവിടെ എല്ലാം വന്നിട്ട് മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള പല കാഴ്ചകളും ഉണ്ടായിരുന്നു. പത്രരഥൈ, പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഭ്രമരശ്രിയഃ, വണ്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു? പറക്കുന്ന തരത്തിലുള്ള പൂവാടികകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഭഗവാന്റെ സൃഷ്ടിയിൽ എന്തൊക്കെ വെരിഗേറ്റഡ്നെസ്. എന്താണ് വെരിഗേറ്റഡ്നെസ്സിന്റെ മലയാളം? പല തരത്തിലുള്ള, അതായത് എന്താണ്? ഒരു മൊണോട്ടണസ്, അതായത് എല്ലാം ഒരേപോലെ ഇരിക്കുന്ന സൃഷ്ടിയല്ല ഭഗവാന്റേതെന്ന് പറയുന്നത്. ഭഗവാന്റെ സൃഷ്ടി പ്രകൃതി എന്ന് പറയുന്നത് വെറൈറ്റികൾ നിറഞ്ഞതാണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് എന്ന് നമ്മളോട് പറയുന്നു. ഈ ഒരു സന്യാസി എന്ത് ചെയ്യുന്നു? ഇതിനെ എല്ലാം അനുഭവിക്കുന്നു. ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സന്ദർപ്പണം നിറഞ്ഞ നഗരം, ഗ്രാമം, ഇൻഡസ്ട്രിയൽ ഏരിയ, അത് ഇത് എല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹം എവിടെ ചെല്ലുന്നു? വനത്തിൽ ചെല്ലുന്നു. അവിടെ
നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളുമുണ്ട്. ഇനി അപ്പുറത്ത് പറയാൻ പോകുന്നത് വേറും വീണ്ടും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും അവിടെയുണ്ട്. അടുത്തത് എന്താണ്? നളവേണു സരസ്തൻബ കുശ കീചക ഗഹ്വരം ഏക ഏവാതിയാതോഹം അദ്രാക്ഷം വിപിനം മഹത് ഘോരം പ്രതിഭയാകാരം വ്യാലോലൂക ശിവാജിരം നളവേണു സരസ്തൻബ കുശ കീചക ഗഹ്വരം ഏക ഏവാതിയാതോഹം അദ്രാക്ഷം വിപിനം മഹത് ഘോരം പ്രതിഭയാകാരം വ്യാലോലുക ശിവാജിരം. എന്താണ്? ഒന്നുകൂടെ. നളവേണു സരസ്തൻബ കുശ കീചക ഗഹ്വരം ഏക ഏവാതിയാതോഹം അദ്രാക്ഷം വിപിനം മഹത് ഘോരം പ്രതിഭയാകാരം വ്യാലോലൂക ശിവാജിരം. എന്താണ്? ഘോരം, ഭയം, പ്രതിഭയാകാരം, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ വളരെ നയനമനോഹരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഭഗവാന്റെ സൃഷ്ടിയില് ഈ ഘോരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. എന്താണ്? ഘോരം, വ്യാലോലൂക ശിവാജിരം, അജിരം, അതൊക്കെ കളിസ്ഥലങ്ങളാണ്. ആരുടെ? വ്യാല, സ്നേക്സ്, ഉലൂക്ക, മൂങ്ങ, പിന്നെ എന്താണ്? ശിവ, ജാക്കോൾ, ആരാണ്? കുറുക്കന്മാർ, ചെന്നായ്ക്കൾ. ഇതൊക്കെ പ്രതി അഭയ ആകാരം, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളുമാണ്. സന്യാസിക്ക് നയനാനന്ദകരമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല നേരിടേണ്ടി വരിക, ഇതുപോലുള്ള ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളും നേരിടേണ്ടി വരും. പക്ഷെ എപ്പോഴും അയാള് അഭയചരണ ആയിരിക്കും, ശീല പ്രഭുപാദിനെ പോലെ. എന്താണ് അഭയചരണ? അയാൾക്ക് എന്തുകൊണ്ടാണ് അതായത് ഭയമില്ലാത്ത അവസ്ഥ വരുന്നത്? അയാൾക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനില്ല. ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ ആരാണ്? അയാളുടെ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അതുകൊണ്ട് എന്തിനാണ് അയാൾക്ക് പേടി വരുന്നത്? അപ്പോ ഈ പലതരത്തിലുള്ള കാര്യങ്ങൾ, നല, പൈപ്സ്, വേണു, ബാംബു, സരഹ, തൻബ, കുശ, കീചക, ഗഹ്വര, കേവ്സ്, അതായത് ഗുഹകൾ, ഏക ഏവ അതീയത, ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളിൽ കൂടിയും ഒക്കെ അദ്ദേഹം സഞ്ചരിച്ചു. ആര്? ആ കുട്ടി. എത്ര വയസ്സ്? 5 വയസ്സുള്ള കുട്ടി. വിപിനം മഹത് ഘോരം, 5 വയസ്സുള്ള കുട്ടിക്ക് ഒന്നാമതേ പേടിയാണ്. അമ്മേനെ ചുറ്റിപ്പറ്റി ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ പ്രായം അനുസരിച്ച് അവന് പേടി വരേണ്ടതാണ്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? എങ്കിലും ഇതിലെ കൂടെ എല്ലാം അവൻ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. കാരണം he was completely dependent on Krishna. അതാണ് ഉത്തരം. എന്താണ്? ഒരേ ഒരു ആശ്രയം മാത്രം. ആർക്ക്? ഭഗവാൻ മാത്രം. ഇനി എന്ത് സംഭവിച്ചു കാണും? എന്തായിരിക്കും ആ കുട്ടി സ്വന്തം ജീവിതത്തിൽ ഇനി ചെയ്തത് എന്ന് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അപ്പൊ ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് റിവേഴ്സസിനെ, അല്ലെങ്കിൽ റിവേഴ്സസ് എന്ന് പറഞ്ഞാൽ വിഷമഘട്ടങ്ങളെ നേരിടുന്ന ഭക്തൻ എങ്ങനെയായിരിക്കും? നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ വിഷമഘട്ടങ്ങൾ വരും. വിഷമങ്ങളില്ലാത്ത ആരും ഉണ്ടാവുകയില്ല. ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഓരോ ആൾക്കാർക്കും അവരവരുടെ കർമ്മത്തിനനുസരിച്ച് വിഷമങ്ങൾ ഉറപ്പായിട്ടും വരും. അപ്പോ അതിനകത്ത് ഇമോഷണലി, അല്ലെങ്കിൽ വൈകാരികമായിട്ട് ചിന്തിക്കാതെ, ഇത്രയും നാളും നമ്മൾ വായിച്ച ഭാഗവതം, ഭഗവത്ഗീത, ഇതിൽ നിന്നുള്ള ഉപദേശങ്ങളെ നമ്മൾ വെറുതെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളഞ്ഞാൽ പോരല്ലോ. കേട്ടിട്ട് ഹൃദയത്തിലാക്കണം. ഹൃദയത്തിൽ നിന്ന് നമ്മൾക്ക് പരിവർത്തനം വരണം. എങ്കിലല്ലേ നമ്മൾ പുരോഗമിക്കുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നമ്മൾക്ക് പുരോഗമനം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നു, സ്ഥിരം കേൾക്കുന്നു, പക്ഷെ ഈ ചെവിയിൽ കൂടെ കെറ്റി ഈ ചെവിയിൽ കൂടെ കളയുന്നു എങ്കിൽ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ഇതൊക്കെ വായിക്കുന്നത്? ഇപ്പോ ഇരിക്കുന്നത് പോലെയുള്ള സന്ദർഭമായിരിക്കില്ല നാളെ നമുക്ക്. എപ്പോൾ വേണമെങ്കിലും കാലത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾക്ക് അസുഖമോ, അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമാവുകയോ, വളരെ എന്താണ് കലുഷിതമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുകയോ, ദുഃഖകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അപ്പോൾ ഈശ്വരനെ കുറ്റം പറയുക, നമ്മളെ കുറ്റം പറയുക, ചുറ്റുമുള്ളവരെ കുറ്റം പറയുക, ഇതൊക്കെ അതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ബ്ലെയിം ഗെയിം, എന്താണ്, കുറ്റപ്പെടുത്തലുകൾ ചെയ്യാതെ മച്വറായിട്ട്
പാകത വന്ന ഒരു ഭക്തൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇതെല്ലാം എന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഞാൻ ഇത് നേരിടേണ്ടത് ഒരു ഭക്തൻ എങ്ങനെയാണോ നേരിട്ടത്. കുന്തി മഹാറാണി എങ്ങനെയാണ് നേരിട്ടത്? വിശാൻ മഹാഗ്നേ പുരുഷാദർശനാത് അസത് സഭായാം വനവാസകൃച്ഛ്രത മൃഡേ മൃഡേ അനേകം മഹാരഥാസ്ത്രദോ ദ്രൗണ്യസ്ത്രദശ്ചാശ്മ ഹരേഭിരക്ഷിത വിപദഃ സന്തു ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യത്സ്യത് അപുനർഭവ ദർശനം. എന്റെ മകന് അവരെന്ത് ചെയ്തു? വിഷം കൊടുത്തു. ആര്? കുന്തി മഹാറാണി പറയുകയാണ്. വിഷാൻ മഹാ അഗ്നേ അരക്കില്ലത്തിൽ വെച്ച് ചുട്ടുകൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പുരുഷാദ ദർശനാത് എന്താണ്? വലിയ വലിയ രാക്ഷസന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വനത്തിൽ വേണ്ടി കൊണ്ടുവിട്ടു. അസത് സഭായാം, എന്നിട്ടും പോരാഞ്ഞ് പുത്രവധുവിനെ കുലവധുവിനെ ആ അസത് സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ശ്രമിച്ചു. അസത് സഭായാം വനവാസകൃച്ഛ്ര, ഇന്നും കഴിഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ വിട്ടു. മൃഡേ മൃഡേ അനേക എന്നിട്ടും തീർന്നില്ല. വീണ്ടും മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരും ദ്രോണരെയും പോലുള്ള അനേകം മഹാരഥന്മാരുടെ അസ്ത്രങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യേണ്ടി വന്നു? എന്റെ പുത്രന്മാർക്ക് നിൽക്കേണ്ടി വന്നു. അനേക എന്നിട്ടും തീർന്നു ഇല്ല. അവസാനം ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ആ പരീക്ഷിത്ത് എന്ന് പറയുന്ന കൊച്ചുകുട്ടീനെ, ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ദ്രൗണ്യ അസ്ത്രത, അശ്വത്ഥമാവിന്റെ അസ്ത്രവും വന്നു. പക്ഷെ ഭഗവാനെ, എനിക്ക് ഒരു എന്താണ് പരാതിയുമില്ല അങ്ങയോട്. ദ്രൗണ്യസ്ത്രദാശ്ചാശ്മ ഹരേഭിരക്ഷിത, എന്താണ് ഞങ്ങളെ രക്ഷിക്കാൻ? എന്നിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ഇത്രയൊക്കെ വന്നല്ലോ, ഇതൊക്കെ നീയല്ലേ വരുത്തിയത് എന്ന് കുന്തി മഹാറാണിക്ക് പറയാമായിരുന്നു കൃഷ്ണനോട്. കൃഷ്ണൻ കുന്തി മഹാറാണിയുടെ ഇളയതാണ് പ്രായത്തിൽ. അമ്മായിയാണ് കുന്തി മഹാറാണി, അല്ല അപ്പച്ചിയാണ് കുന്തി മഹാറാണി. പക്ഷെ എന്താണ് കൃഷ്ണനോട് പറഞ്ഞത്? ഇതൊക്കെ നീ ഈശ്വരനായിരിക്കുമ്പോ ഇതൊക്കെ എന്റെ മക്കൾക്ക് വന്നല്ലോ കൃഷ്ണ എന്ന് ചോദിക്കില്ല. എന്താണ് പറയുന്നത്? ഹരേഭിരക്ഷിത, ഇതൊക്കെ വന്നുവെങ്കിൽ അവർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് കൃഷ്ണ. എന്തുകൊണ്ട്? നീയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. വിപത സന്തുത ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരു, ഇതുപോലുള്ള വിപത്തുക്കൾ തത്ര തത്ര ജഗദ്ഗുരു, അല്ലയോ ജഗദ്ഗുരു. കുന്തി മഹാറാണിയുടെ ആരാണ് കൃഷ്ണൻ? എന്താ അനന്തരവനാണ്. പക്ഷെ എന്നാലും കൃഷ്ണൻ സാധാരണക്കാരനല്ല എന്ന് കുന്തി മഹാറാണിക്ക് അറിയാം. ജഗദ്ഗുരു, അല്ലയോ ജഗദ്ഗുരു, തത്ര തത്ര, ഇനിയും വന്നോട്ടെ, ഇനിയും വന്നോട്ടെ. എന്തുകൊണ്ട്? ഭവതോ ദർശനം യത്സ്യാത്, കാരണം ഇതൊക്കെ സംഭവിക്കുമ്പോൾ നീ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നിന്നെ കാണാൻ പറ്റുമെങ്കിൽ അപുനർഭവ ദർശനം, എന്താണ് അപുനർ, ഇനിയും വേണ്ട. എന്താണ് വേണ്ടാത്തത്? ഭവദർശനം, ഈ ഭൗതിക ലോകത്തിന്റെ ദർശനം. അങ്ങയുടെ ദർശനം ഉണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തിന്റെ ദർശനം എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരികയില്ല. അത്ര വിശ്വാസമായിരുന്നു കുന്തി മഹാറാണിക്ക്. ഈ ശ്ലോകം എന്ന് പറയുന്നത് ആരും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ശ്ലോകമല്ല. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഭഗവാൻ തത്ര തത്ര ജഗദ്ഗുരു വിപത സന്തുത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ച് ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന ശ്ലോകമാണ്. പക്ഷെ എന്നാൽ ഇവിടെ പറയാതിരിക്കാൻ വയ്യ. നാരദ മഹർഷി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് ആ ശ്ലോകമാണ്. ഒരേ ഒരു അമ്മ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരമ്മ എന്താണ് മരിച്ചു പോയതിനു ശേഷം നമ്മളും നമ്മളുടെ പ്രിയപ്പെട്ടവരോ ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ആരോഗ്യമോ എന്തൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാലും സുഹൃത്തായിട്ടുള്ള ഭഗവാനെ കുറ്റം പറയാനുള്ള അവസരം ഉണ്ടാവരുത്, മറ്റുള്ളവരെയും കുറ്റം പറയരുത്. കാരണം ഇതൊക്കെ നമ്മളുടെ കർമ്മം കൊണ്ടാണ്. ഇതിൽ കൂടുതൽ എന്തോ വരാനുണ്ടായിരുന്നതാണ്. ഇത് ഇത്രയുമാക്കി ചുരുക്കിയത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്ദർഭത്തെ മനസ്സിലാക്കി നേരിടുക. പക്ഷെ അതിന്റെ അർത്ഥം ഡിവോട്ടീസ് കല്ലുപോലെ ഇരിക്കും എന്നല്ല. ഒരു മരണം സ്വന്തം വീട്ടില് അകാലമായിട്ടുള്ള ഒരു മരണം നടന്നു, ഡിവോട്ടി ആണെന്നും പറഞ്ഞ് കരയാതെ കണ്ണുനീരും കടിച്ചമർത്തിക്കൊണ്ട് കല്ലുപോലെ ഇരിക്കുന്നതാണല്ലോ. ഭക്തന്മാരുടെ ഹൃദയം വേദനിക്കും. പക്ഷേ വേദനിച്ചുകൊണ്ട് എന്തായി പോകില്ല, നിരാശയുടെ പടുകുഴിയിൽ പോയി ഈ പ്രകാരം ചെയ്യുകയില്ല. വേദനിക്കും, എന്തായാലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഇരിക്കുകയില്ല ആർക്കും. ഒരു ഭക്തന് എന്തോരം എന്താണ് ഭയങ്കര പരിശുദ്ധ ഭക്തനാകുന്നത് വരെ എന്തായാലും അറ്റാച്ച്മെന്റ് കാണും. പക്ഷെ അയാൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറും, നാരദ മഹർഷി പെരുമാറിയതുപോലെ. ഇനി എങ്ങനെയാണ് നാരദ മഹർഷിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
അൺമ്യൂട്ട് ഹരേ ചെയ്യാൻ കൃഷ്ണ. പറ്റുന്നില്ല. മ്യൂട്ട് ചെയ്തു. ശരി. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർക്കെങ്കിലും സംശയമോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഉപദേശമോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ, നന്നായിട്ട് മനസ്സിലായി മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇനി വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.